ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ആവശ്യമുള്ള സാധനങ്ങളുടെ ആ ഒരു പരിധി അറിയാവുന്നതിന് മാത്രമേ സ്വന്തം ജീവിതം സംതൃപ്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ചെറിയൊരു ചിന്താശകലം എത്ര ആഴമുള്ളതാണെന്ന് നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. രാവിലെ കിളികളുടെ ശബ്ദം കേട്ടും ആ ഒരു പുറത്ത് ആ ഒരു ചെറിയൊരു തണുപ്പുണ്ടാവില്ല, അതും ആ ഒരു ഇരുട്ടും എല്ലാം കൂടി ചേർന്നിട്ട് കാലത്ത് തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു കാഴ്ച അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഇരുട്ട് കണ്ടാൽ അന്ന് നെഗറ്റീവ് ഒരു എനർജിയാണ് കിട്ടുന്നതെന്നുള്ളത് കമൻസിൽ കാണാറുണ്ട്. എല്ലാവരും പല രീതിയിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നേരം വെളുത്തിട്ട് എഴുന്നേക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരാളുകളും അത് പറ്റൂല, ഇതാണ് നല്ലതെന്ന് പറയാൻ നമുക്ക് പാടില്ല. കാരണം എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് എന്താണ് അതാണ് ചെയ്യാനുള്ളത്. രാവിലെ താമസിച്ച് എഴുന്നേറ്റ് വേഗം എൻ്റെ ജോലികൾ തീരും, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ ഒരു മൂഡ് ഓഫാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പോകാൻ. നമ്മൾക്ക് എന്താണ് വേണ്ടത് നമ്മൾ അങ്ങനെ വേണം പോകാനായിട്ട്. എനിക്കിഷ്ടം ഇതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 30 വർഷത്തോളമായിട്ട് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് മാറ്റാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഞാൻ മാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പം മാറിയെന്നിരിക്കും. ഇപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കിതുവരെയും അത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ജനലുകളും വാതിലുകളൊക്കെ ഇരുട്ടത്ത് തന്നെ തുറക്കണമെന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ല. കാരണം വെളിച്ചം വന്ന് കൊതുകുകളൊക്കെ പുറത്തുള്ളതൊക്കെ പോയി തീർന്നിട്ട് മാത്രം ജനലും വാതിലും തുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പപ്പയുടെ ഒരു കാഴ്ചപ്പാട്. ഞാനതൊന്നും നോക്കില്ല. കാരണം ഇരുട്ടത്ത് തന്നെ ഇതൊക്കെ തുറന്നിടുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടണത്. അപ്പോൾ കൊതുക് കയറട്ടെ, അല്ലെന്നുണ്ടെങ്കിലും കൊതുകുണ്ട് വീടിൻ്റെ അകത്ത്. പിന്നെ ഇനിയിപ്പോൾ എന്താ, കുറച്ച് കൊതുകും കൂടി കൂടിയാൽ ഒന്നും കുഴപ്പമില്ല. നമ്മളെന്തായാലും പുക കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ തുറന്നിടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം അകത്തുള്ള തുണി വാഷ് ചെയ്യലും റിച്ചാന് വേണ്ടിയിട്ട് പാല് കാച്ചി വെക്കണം. കാരണം റിച്ചാട് പാല് കുടിച്ചിട്ടല്ലേ പോകണം. അപ്പോൾ അതൊക്കെയാണ് രാവിലെ ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തിരി കാപ്പിക്കുള്ള വെള്ളം വെക്കും. അപ്പോൾ റിച്ചാന് ഏതായാലും കാപ്പി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാലാണ് എപ്പോഴും ആദ്യം വെക്കണത്. അങ്ങനെ പാല് കാച്ചാനും വെച്ച് പിന്നെ വന്ന് നോക്കുമ്പോൾ റൂബി എന്തായാലും ഇന്നിപ്പോൾ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ കിടക്കുപോയി. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പുതപ്പും ആ വിരിപ്പൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അവളില്ലെല്ലാം എന്ന് വിചാരിച്ചതെല്ലാം ഒന്ന് മാറ്റി. അപ്പോൾ റിച്ചാൻ്റെ ജീൻസ് ഇന്ന് ഇടാനുള്ളതാണ് അവിടെ ഇട്ടേക്കണത്. അപ്പോൾ ജീൻസ് തേച്ച് വെക്കണം കേട്ടോ. ഷർട്ട് മാത്രം തേച്ച് വെച്ചാൽ മതി. ജീൻസ് ഒട്ടും തന്നെ അത് തേച്ച പോലെ തന്നെ ഇരിക്കുള്ളൂ വാഷ് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് ജീൻസ് തേക്കണ്ട. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് നമ്മളവിടെ മടക്കി അങ്ങനെ ഇടും കേട്ടോ. അതാണ് കണ്ടത്. അപ്പോൾ രാവിലെ വന്നിട്ടത് മാറ്റിയിട്ട് അതെടുത്തിട്ട് കുളിച്ചിട്ടൊക്കെ ആൾക്ക് വേഗം തന്നെ പോവാം. പിന്നെ രാവിലെ നമ്മൾ ടർക്കി കുളിക്കാനുള്ളത് അത് ഫ്രഷ് ആയിട്ടുള്ളത് ഇടും. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ തന്നെ ഇടുന്നത്. കാരണം ഞാൻ മനസ്സിൽ കാണുന്നതാണ് ഓരോ ദിവസവും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇടും കേട്ടോ. അവിടെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളും. അപ്പോൾ അവർക്ക് കൈ കിട്ടണതായിരിക്കുള്ളൂ അവരെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോ ഇന്നിതിടാം എന്നൊക്കെ വിചാരിക്കൂലേ നമ്മൾ, അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ കർട്ടനുകളൊക്കെ ഒന്ന് കെട്ടിവെച്ച് അപ്പോഴും ജനൽ തുറന്നിടും. അപ്പോൾ ഈ 3 പാളി ജനലിൽ 2 പാളി ജനൽ ഞാൻ തുറന്നിടും. പപ്പയാണെന്നുണ്ടെങ്കിൽ 1 പാളിയെ തുറക്കുള്ളൂ. അതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. അപ്പം ഞാൻ വിവാഹം കഴിച്ച് പപ്പയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ഈ ജനലും വാതിലുമൊക്കെ മിക്കവാറും പൂട്ടിയാണ്. അമ്മയാണല്ല അവിടെ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കയറിയിരിക്കണല്ലേ. അപ്പം നമ്മൾ അവിടത്തോടു കൂടി ചേർന്നങ്ങോട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ഒതുങ്ങി നമ്മൾ നിൽക്കുകയാണ് ചെയ്യണത്. അമ്മ പൂട്ടിയിടുന്ന ജനലുകൾ ഒരിക്കലും ഞാൻ പോയി തുറക്കുകയോ വാതിൽ തുറക്കുകയോ ഞാൻ ചെയ്യൂല. ഇതിപ്പോൾ എൻ്റെ കൈകാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ജനലും വാതിലും എല്ലാം തുറന്നിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ജനലും വാതിലുകളൊക്കെ പൂട്ടിയിടുന്നതിനും ഓരോ കാരണങ്ങൾ അവർ പറയും. വാതിൽ തുറന്നിട്ട് കഴിഞ്ഞ് ആളില്ലെന്നുണ്ടെങ്കിൽ തവള ചാടിയകത്ത് കയറിയാൽ നമ്മൾ അറിയൂല, അതുകൊണ്ട് അത് പൂട്ടിയിടണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെയും പപ്പ ഏകദേശം അമ്മയുടെ പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ ഭൂരിഭാഗം ആളുകളും പറയുന്നതാണ്, ഭർത്താക്കന്മാരിങ്ങനെ അമ്മയുടെ പോലെയാണ് ആകുന്നത് പ്രായമാകും തോറും. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് അമ്മയുടെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വാതിലും ജനലും ഒക്കെ പൂട്ടുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത്
ചോദിക്കുക, എന്നാൽ പിന്നെ എന്തിനാണ് ഈ വാതിലും ജനലൊക്കെ വെച്ചത്, കംപ്ലീറ്റ് ചുവര് മതിയായിരുന്നില്ല എന്നൊക്കെ ഞാൻ തമാശയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. വെറുതെ പൈസ വേസ്റ്റ് ചെയ്തില്ലേ, ഇത് അടച്ചിടാനാണെങ്കിൽ നമുക്ക് വെക്കേണ്ട കാര്യമില്ലായിരുന്നില്ല, അത് തുറന്ന് കിടക്കട്ടെ, കാറ്റും വെളിച്ചമൊക്കെ ഇഷ്ടം പോലെ വീടിനകത്ത് കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തുറന്നിടും കേട്ടോ എല്ലാം. പക്ഷേ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജനലൊക്കെ ഓരോന്നോ പൂട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്പ എന്നിട്ട് പൂട്ടും, അത് വേറെ കാര്യം. ഞാൻ തുറക്കും, പപ്പ പൂട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇത് റിച്ചാർഡിന് പാലെല്ലാം കലക്കി കൊണ്ടുവന്ന് കൊടുത്തു, കാരണം അത് പാല് മാത്രം കുടിച്ചിട്ടല്ലേ പോണത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ കോളേജിൽ, പക്ഷേ റിച്ചാർഡ് കഴിക്കാറില്ല. റിച്ചാർഡിന് മടിയാണെന്ന് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ മടി തോന്നും, കഴിക്കാൻ തോന്നൂലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒരു പാല് മാത്രം കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ റൂബിക്ക് രാവിലെ ഈ വൈപ്പ് വെച്ചിട്ട് ഒന്ന് മുഖവും കൈയും കാലും എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. കാരണം അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇങ്ങനെ പീലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തുടക്കണത് കേട്ടോ. അപ്പോൾ അതുമൊക്കെ പോയി വൃത്തിയായിട്ടിരിക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ ഇവളെ അധികം അങ്ങോട്ട് കുളിപ്പിക്കണില്ലല്ലോ ഇപ്പം, കാരണം കുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇവൾക്കിപ്പോൾ സ്കിന്നിന് യാതൊരു കുഴപ്പമില്ല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കിന്നിന് ഈ പൂട കൊഴിച്ചിലും ഒരു ഇങ്ങനെ പൊളിഞ്ഞു പോകും, കുറച്ചിങ്ങനെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞ് കട്ട പോലെ ഇങ്ങനെ പൂട ഇങ്ങനെ കട്ട പോലെ പൊളിഞ്ഞു പോകും, അങ്ങനത്തെയൊക്കെയുള്ള ഒരു കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുളിപ്പിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കണുണ്ട്. ഈ ഒരു സാധനം നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ റിച്ചാർഡ് പോയിട്ടാ. അപ്പം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ലായിരുന്നു, റിച്ചാർഡ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് എൻ്റെ സ്ക്രബ്ബർ ഒന്ന് തിളച്ച വെള്ളവും ഇത്തിരി ഇത് ബേക്കിംഗ് സോഡ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. ആഴ്ചയിലൊരു ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ ഈ സ്ക്രബ്ബർ എന്ന് പറഞ്ഞത് കുറച്ച് പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കുന്ന സാധനമാണ്. അത് പെട്ടെന്ന് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കാം. കഴുകി ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെം ഫ്രീ ആകും. അപ്പോൾ പിന്നെ നമുക്കൊരു ഇത്തിരി ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ പാലിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇതിടുമ്പോൾ ആ പാലിൻ്റെ പാത്രവും കൂടി നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ. ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കൂലേ, അതൊക്കെ വേഗം പോകും കേട്ടോ. അപ്പോൾ ഇത് കഴുകുകയും ചെയ്യുക, അത് ഒന്ന് ഉരക്കാതെ തന്നെയും അത് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചായപാത്രമില്ലേ, ചായപാത്രം എല്ലാ ദിവസവും നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് പതിയൊന്ന് ഉരച്ച് കഴുകിയേക്കണം. ചായ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചായയുടെ കറയെന്ന് പറഞ്ഞത് നമ്മൾ അറിയൂല, ചെറിയ ഒരു കോട്ടിങ് ആയിരിക്കുള്ളൂ അതിൻ്റെ ആ കറ പിടിക്കണത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം പോലെ തോന്നും. എല്ലാ ദിവസവും നമ്മളിത് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മീതയിൽ ഓരോ തവണയും ഓരോ കുഞ്ഞ് കറയുടെ ഒരു കോട്ടിങ് പിടിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അവസാനം അതൊരു 10-15 ദിവസത്തോളം ആകുമ്പോൾ ഈ 15 ദിവസത്തെ ഓരോരോ ലെയർ കോട്ടിങ് വന്ന് ഇത് നല്ല കറുപ്പ് കളറാകും നമ്മുടെ ചായപാത്രത്തിൻ്റെ അകവശം. അപ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അയ്യോ ഇതെന്താ ഇത് ഒരുപാട് കറ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കറ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇടയിലെല്ലാം കയറിയിരിക്കണമെന്ന് പോകില്ല. ഇങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അതിനെ കുത്തിയെടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ഒരു റിങ് പോലെ അടിവശത്ത് കറ പിടിച്ചിരിക്കുന്നതാണ്. മറ്റുള്ള കറകളെല്ലാം തേച്ച് കളയാൻ പറ്റുന്നത് പോകും. അടിവശത്ത് ആ ഒരു റിങ് പോലെ റൗണ്ടിലൊരു കറ കിടക്കണതാണ്. മിക്ക വീടുകളിലും ചായപാത്രത്തിൽ അങ്ങനെ കാണാറുണ്ട്. അത് ഒരുപാട് കറ പിടിച്ചതിന് ശേഷം കഴുകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒരിത്തിരി ഡിഷ് വാഷും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് തിളപ്പിക്കുക. അപ്പോൾ ഈ ഇടയിൽ പോകാതിരിക്കുന്ന കറയൊക്കെ വിട്ടുപോരും കേട്ടോ. പക്ഷേ എൻ്റെ പത്രത്തിൽ അങ്ങനെ കറയൊന്നുമില്ല. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചെന്ന് മാത്രം. കാരണം ഞാൻ ഡെയിലി സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ചായപാത്രം കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മീൻ കിട്ടിയാണ്. അത് പപ്പ പോയി മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. ഷാജിയൊന്നും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഓണത്തിന് ഒരു 3-4 ദിവസം മുൻപ് തന്നെ ഞാൻ ഷാജിയുടെ അടുത്ത് പറഞ്ഞു വെച്ച് ഇനി മീനും കൊണ്ട് വരരുത്, കാരണം എനിക്ക് ഓണപ്പാചകത്തിൻ്റെ ഇടയിൽ മീനൊന്നും ചെയ്യാനുള്ള നേരമില്ല, അതുകൊണ്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ടും പുള്ളി വന്നിട്ടില്ല ഇങ്ങോട്ട്. അപ്പോൾ
ഞാൻ പപ്പനെ പറഞ്ഞു വിട്ടിട്ട് ഇതിൽ മീൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചാളയാണ് കിട്ടിയത് കേട്ടോ. 200 രൂപക്ക് 10 ചാളയാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ വേഗം കഴുകി എടുത്തിട്ട് വറുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ വറുക്കാനൊന്നും തികയില്ല. ആകെ 10 ചാളയിലേ ഉള്ളൂ. അത് തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ട് ആ ഒരു കറി മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണപ്പാചകത്തിൻ്റെ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ കുറച്ചായിട്ട് ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആർക്കും വേണ്ട, ഞാൻ മാത്രമാണ് അത് കഴിക്കണത്. അതൊന്നും ആർക്കും വേണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം വെച്ച ചില്ലി ചിക്കൻ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് വൈകുന്നേരം എടുക്കുക. റിച്ചാർഡിന് അതല്ലേ പറ്റുള്ളൂ, മീൻ കഴിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ ഉണ്ട്. അപ്പോൾ ഒരു പണിയൊന്നുമില്ല വേറെ കൂടുതൽ. ഒരു മീൻ കറി വെച്ച് അത്രയേ പണി ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഞാൻ ഈ പച്ചക്കായ അന്ന് മേടിച്ചതില്ലേ 4 ബാക്കിയിരിക്കുന്നുണ്ട്. ഇനിയും ഒരു പച്ചക്കായ ഒലത്തി തിന്നാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇപ്പോഴും നമ്മുടെ പച്ചക്കായൊക്കെ ഇട്ട എരിശ്ശേരി അതൊക്കെ ഇരിക്കുന്നുണ്ട്. എരിശ്ശേരി അല്ലല്ലോ, കൂട്ടുകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും പച്ചക്കായാണ്. ഇനിയും പച്ചക്കായ എങ്ങനെ വെക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ദിവസം മുൻപ് റയൻ്റെ അടുത്ത് പറഞ്ഞ്, റയനെ ഇത്തിരി പച്ചക്കായ ഇരിപ്പുണ്ട്, ഞാൻ അത് വെച്ചിട്ടൊന്ന് ചിപ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ റയൻ പറഞ്ഞ് വേറെ പണിയുണ്ടെന്ന് നോക്ക്, കുറേ എണ്ണയും കളഞ്ഞിട്ട് എന്തിനാണ് മമ്മി അതിനൊന്നും നിൽക്കണ്ട, അതൊന്നും ചെയ്യണ്ടട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ അവനൊരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ചെയ്തില്ല. ഇന്നത്തെ ദിവസമില്ലേ, എനിക്ക് ഇന്ന് കുറച്ച് റെസ്റ്റ് എടുത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ റെസ്റ്റ് എടുത്ത് അത് മടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മടുത്ത്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇരിക്കാനേ പറ്റില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ റയൻ്റേതായ കാര്യങ്ങളും ചെയ്ത് റയൻ്റെ റൂമിലുണ്ട്. അപ്പോൾ അവൻ അറിയാതെ തന്നെയും ഞാൻ ഈ പച്ചക്കായ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ എനിക്ക് ആ ചീവണ ഇതില്ലേ, ആ സ്ലൈസ് ചെയ്യുന്ന ആ സാധനം കൊള്ളൂല കേട്ടോ. അത് വെച്ച് സ്ലൈസ് ചെയ്തിട്ട് ശരിയാകില്ല. അതെനിക്ക് നേരത്തെ തന്നെ അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ഒട്ടും തന്നെ പറ്റില്ല അതിൽ. അപ്പം ഞാനത് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചിപ്സ്. ഈ വക സംഭവങ്ങൾ എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് ഇത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് ടൈമാണ് ഓർത്തത്. കാരണം അന്നൊക്കെ അപ്പച്ചനും അമ്മയും കൂടിയാണ് ഇത് ചെയ്യണത്. അപ്പച്ചന് ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും, സ്ലൈസറൊന്നുമില്ല, എല്ലാം അരിഞ്ഞു കൊടുക്കും. അമ്മ ഇത് വറുത്ത് കോരുക, അതൊരു ലോഡാണ് കേട്ടോ വറുത്ത് കോരണം. അപ്പോൾ അതൊക്കെ ഓർത്ത് നിന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ബാച്ച് ഒന്ന് കരിഞ്ഞു. പക്ഷേ അങ്ങനെ ഇത്തിരി കരിഞ്ഞത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മൊഴിഞ്ഞിരുന്ന് വെച്ച് ഭയങ്കര ടേസ്റ്റാണ്. ആ ഉപ്പും മഞ്ഞളും ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണമെന്നൊക്കെ പല വീഡിയോകളിലും കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ ഈ സംഭവം ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് എന്ത് സന്തോഷമെന്നറിയോ. പക്ഷെ വളരെ കുറച്ചല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തേത് ഇത്തിരി കരിഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് സാധനങ്ങളും ഇത്തിരി കരിഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ അത് ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എനിക്ക് റയൻ്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇനി അവൻ വഴക്ക് പറയും, മമ്മിനോട് പറഞ്ഞതല്ലേ ഇതൊക്കെ ഉണ്ടാക്കരുത്, ഇത്ര എണ്ണയൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറയുമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടാമത്തത് കോരിയെടുത്തിട്ടാണ്. രണ്ടാമത്തത് ഞങ്ങൾ നോക്കി നിന്നിട്ട് കറക്റ്റായിട്ട് നല്ല ഒരു കളറായപ്പോൾ തന്നെ കോരിയെടുത്ത്. അപ്പോൾ അത് അത്യാവശ്യം, അതായത് നല്ല പെർഫെക്റ്റായിട്ടിരിക്കുന്നുണ്ട്. കൂടുതലുമില്ല കുറവുമില്ല, നല്ല കറക്റ്റ് മൊരുവാണ്. അപ്പോൾ അത് രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഞാനിത് രണ്ടാമത്തെ, അതായത് 3 ബാച്ചിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി പതിയെ കാണിച്ചപ്പോൾ വേഗം അവൻ അതെടുത്ത് തിന്ന്. എന്നിട്ടൊരു മമ്മി ഇത് എന്ത് ടേസ്റ്റാണ്, പുറത്തുനിന്ന് മേടിക്കണതൊക്കെ വെറും വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാനായിട്ട് ഞാൻ അതിശയിച്ചു. ഞാൻ പറഞ്ഞേടാ നിന്നോടല്ലേ 2-3 ദിവസം മുൻപ് ഞാൻ പറഞ്ഞത്, അപ്പം നീ എന്ത് പറഞ്ഞ് ഇത് ചെയ്യേ വേണ്ട, മമ്മിക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പം എന്താ നീ ഇങ്ങനെ പറഞ്ഞു? അവർ അതെനിക്കറിയില്ലായിരുന്നു, ഇത് ഇത്ര അടിപൊളിയായിട്ട് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ പറഞ്ഞ ഈ യെല്ലോ ഉണ്ടല്ലോ, അവൻ പറയണത് മമ്മി അത് ഒന്നുകൂടി ഡാർക്കാക്കി ഇടുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ വറുത്ത് കോരിയത് മറ്റേത് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി കളറ് മാറ്റി മൂപ്പിച്ചെടുത്താട്ടോ. അപ്പോൾ അവൻ പറഞ്ഞത് ഈ യെല്ലോ കളറിലെ കഴിക്കണേലും ടേസ്റ്റ് ഇത്തിരി ഡാർക്കായതാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അത് ഒന്ന് കൂടിയിട്ട് മൊരിച്ചെടുത്തിട്ട് എല്ലാം ഈ ഒരു കളറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയും കൂടി ഡാർക്കാക്കി. എന്നാൽ ആദ്യത്തതുപോലെ കരിഞ്ഞതുമില്ല, കരിഞ്ഞത് അടിയിൽ 2-3 ഉണ്ട് കേട്ടോ, അത് ആദ്യത്തത്. ബാക്കിയുള്ളതെല്ലാം ഈ ഒരു കളറാക്കി. അപ്പോൾ ഈ ഒരു കളറാക്കിയപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്.
പിന്നെ ഒരു കട്ടൻ ചായ പപ്പയ്ക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ മീൻ കറി നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് മീൻ കറി. ഭയങ്കര നെയ്യുള്ള ചാളയായിരുന്നു കേട്ടോ, നല്ല വലിയ ചാളയൊക്കെ ആയിരുന്നു. അപ്പോൾ പപ്പക്കാക്കപ്പാടെ ഞാനൊരു 5-6 ചിപ്സ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ റയൻ കഴിച്ചു. അതിനകത്തുനിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാനും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കട്ടൻ ചായ കഴിഞ്ഞ് അതിന് ശേഷം ഒരു പാൽ ചായ ഇടുന്നത് റിച്ചാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റിച്ചാൻ ഇത്തിരി പാൽ ചായ കുടിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു പാൽ ചായ ഈ ഒരു കോഫി വാമറിൽ ഇട്ട് വെക്കും. അപ്പോൾ അത് ചൂട് പോകാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. അഥവാ ഇനി അവന് ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് വേഗം ചൂടാക്കിയിട്ട് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് ഒഴിച്ച് വെക്കും കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് ഡിന്നറിനുള്ള അവൻ്റെ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിക്കണതൊക്കെ ഒരു 7:30 തന്നെ കഴിക്കോട്ടെ. ഇപ്പം അതുകൊണ്ട് വേഗം കാര്യങ്ങൾ കഴിയുന്നുണ്ട്. കാരണം റിച്ചാർഡ് വന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനും റയനും കഴിക്കും. പപ്പ ലേറ്റായിട്ടാണ് കഴിക്കണം, കാരണം പപ്പ കളി കാണാനിരിക്കും മുകളിൽ. ഇപ്പോൾ കളിയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് പപ്പ കഴിക്കണത്. ചേട്ട വന്ന് ഇളകി ഓടണുണ്ടേടാ. അച്ഛ ചക്ക കൊച്ചു കാലത്ത് നോക്കിയിരിക്കണല്ലേടാ ചേട്ട പോകുമ്പോ. ആ കൊച്ചകത്തിരിക്കണ, അകത്തോട്ട് കയറാനാ പറയണത്. ആ ചായ കുടിക്കാം. 7 മണിയായല്ലേ ഇപ്പം. നാളെ ഒരു ക്യൂ. അങ്ങനെ റിച്ചാർഡ് എത്തി. അപ്പോൾ റിച്ചാർഡ് വന്നു കഴിയുമ്പോഴില്ലേ, വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കയറി മടിയിലിരിക്കൂലേ എന്ന് പറഞ്ഞ പോലെയാണ് റൂബി കേട്ടോ കയറി ഇരിക്കണം. നോക്കിയേ, ചന്തിയെല്ലാം അവൻ്റെ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ടിരിക്കണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി റൂബിയുടെ കളി മാത്രമാണ് മുന്നോട്ടുള്ളത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ഇത് കയറിയിരിക്കണേ, സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ. റിച്ചാർഡ് ഇവിടെ തട്ടി വീഴരുത്, അത്ര മതി. വേണ്ട പുറത്തേക്കൊന്നും കൊണ്ടുപോകണ്ട, തട്ടി വീഴോടാ. ഇത് ബെഡ് കിടക്കണേ ഇവിടെ. വേണ്ടടാ ഇനി ഇവിടെ വെച്ചോടാ. വേണ്ട റിച്ചാർഡേ, കയ്യിൽ നിന്നൊക്കെ വിട്ടോടാ. കൈ വേറെടുക്ക് റയനെ, അവിടെ വെക്ക്. റയൻ ഒന്നാമതേ കൈ ഇടറി നിൽക്കണേ. അതായത് ബെഡിൻ്റെ അകത്താ വെക്കണത്. അത് തന്നെ. അയ്യോ പേടിക്കണ്ടാ. വേണ്ടടാ ഇട വെക്ക് താഴത്ത്. തത്തമ്മോ അമ്മയുടെ മുത്തു പാപ്പ. അരണക്കുറ്റി എന്ന് പറഞ്ഞ ആനഹരിയ ഇത് ഇതിന്റെ കസിനാണ്. ഇതാണ് ആട്. ആമിയുടെ മുത്ത് ക്ലാസ് പട്ടിനെ കണ്ടോ. ഇത് ആടുന്നു.